എല്ലാവർക്കും വചനം എടുക്കാമോ? 1 കൊറിന്തോസ് 12-ാം അധ്യായം 1-ാം തിരുവചനം. 1 കൊറിന്തോസ് 12-ാം അധ്യായം 1-ാം തിരുവചനം. ഈ വചനത്തിലും ദൈവം തമ്പുരാൻ ശക്തമായി നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് ഇങ്ങനെയാണ്: സഹോദരരെ, നിങ്ങൾ ആത്മീയ ദാനങ്ങളെ കുറിച്ച് അറിവുള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പല കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ട്, പക്ഷെ പരിശുദ്ധാത്മാവിനെ പറ്റിയും അവന്റെ പ്രവർത്തനങ്ങളെ പറ്റിയും അവന്റെ ദാനത്തെ പറ്റിയും അറിവുള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പൗലോസ് അപ്പച്ചൻ പറയുക, ഈ കൂട്ടത്തിലിരിക്കുന്ന എത്ര പേർക്ക് പരിശുദ്ധാത്മാവിനെ പറ്റി വ്യക്തമായ അറിവുണ്ട്? ഉള്ളവരൊന്ന് കൈവക്കി. I have a real knowledge on Holy Spirit. പോട്ടെ, 100% ഇല്ലെങ്കിൽ 50% ഉണ്ടെങ്കിൽ, 50% ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് വില നൽകിയിട്ടുണ്ടെങ്കിൽ ഇല്ല. പ്രിയപ്പെട്ടവർ, ഇവിടെയാണ് വർഷങ്ങൾക്ക് മുമ്പ് കരിസ്മാറ്റിക് എന്ന പ്രസ്ഥാനം നമ്മുടെ ഇടയിൽ വരുന്നത്. ഇന്ന് ഈ നടക്കുന്ന ധ്യാനങ്ങളെല്ലാം ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ ബാക്കി പത്രങ്ങളാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവർ നടത്തുന്ന ദൈവ ശുശ്രൂഷയാണ് കരിസ്മാറ്റിക് എന്ന് പറഞ്ഞ് ലോകത്തിനു മുമ്പിൽ അറിയപ്പെട്ടത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആരാണ് കരിസ്മാറ്റിക് എന്ന് പറഞ്ഞ? കരിസ്മ എന്ന് പറഞ്ഞ ഗ്രീക്ക് വേർഡിന്റെ അർത്ഥം ഗിഫ്റ്റ് എന്നാണ്. ഗിഫ്റ്റ് ഉള്ളവൻ എന്നാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, എവരി ട്രൂ ക്രിസ്ത്യൻ ഈസ് എ കരിസ്മാറ്റിക്. ചിലരെ നമുക്ക് കാണും, ചില പള്ളിയിലൊക്കെ ചെന്ന തമ്പുരാന് വേണ്ടി ജ്വലിക്കുന്ന കരിസ്മാറ്റിക്കാരെ കാണും. ചിലപ്പം ഭാഷാവരം ഒന്നും കാണത്തില്ല. ബട്ട് എന്തുകൊണ്ടാണ് ദൈവാത്മാവിന്റെ കൃപയിറങ്ങിയ യഥാർത്ഥ ക്രിസ്ത്യാനികൾ എല്ലാവരും പരിശുദ്ധാത്മാക്കളാണ്? Everyone has a gift. നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല കേട്ടോ. നിങ്ങൾ ഈശോയെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, സ്വീകരിച്ച മാത്രയിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് താമസം ആരംഭിച്ച വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. എവിടെയാണ് നമ്മൾ ഈ ഒരു കാര്യം ഏറ്റുപറയുന്നത്? ആദ്യമായി മാമോദീസായിൽ പിശാചിന്റെ സകലതന്ത്രങ്ങളെയും ഒഴിവാക്കി ഈശോയെ ഞാൻ എൻ്റെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയുന്നു എന്ന് നിങ്ങളുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു വെച്ചപ്പോൾ, നിങ്ങളറിയാതെ നിങ്ങളുടെ ഹൃദയത്തിൽ ഈശോയ്ക്ക് സ്ഥാനം വരികയും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് വന്ന് വസിക്കുകയും ചെയ്തു. Everyone has a gift. ഈ നിറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ എല്ലാവർക്കും ഉണ്ട്. നിങ്ങളുടെ ഓരോ കഴിവുകളും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാണ്. നിങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ടില്ലെന്നേ ഉള്ളൂ. പ്രീച്ച് ചെയ്യാൻ കഴിവുള്ളവര്, ടീച്ചിങ്ങിന് കഴിവുള്ളവര്, പരിശുദ്ധാത്മാവിന്റെ ഒരു വരമാണത്. മറ്റുള്ളവരോട് നന്നായി സംസാരിക്കാൻ കഴിവുള്ളവര്, കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ കഴിവുള്ളവര്, ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തർക്കും പൗലോസ് പറയുന്നുണ്ട്, ചിലർക്ക് പ്രസംഗപരവും, ചിലർക്ക് പ്രവചനപരവും, ചിലർക്ക് ഭാഷാപരവും. You all have the grace or the gift of Holy Spirit.